നമസ്കാരം. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ നടത്തിവരുന്ന മാസപ്പടി ഇടപാടിന്റെ അന്വേഷണത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഭാര്യ കമല വിജയൻ, മകൾ വീണ വിജയൻ, മകൻ വിവേക് കിരൺ വിജയൻ, വീണയുടെ ഭർത്താവ് മുഹമ്മദ് റിയാസ് എന്നിവരുടെ സ്വത്ത് വിവരങ്ങളും ആസ്തിയെയും ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷിക്കുകയാണ്. പിണറായിയുടെ മാതാപിതാക്കൾ മുണ്ടയിൽ കോരൻ, കല്യാണി കോരൻ എന്നിവർക്ക് പിണറായിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപ് ഉണ്ടായിരുന്ന സ്വത്തുവകകൾ വരെ അന്വേഷിക്കുന്നുണ്ട് എന്നാണ് വിവരം. മകൻ വിവേക് കിരൺ വിജയന് വിദേശത്തുള്ള സ്വത്തുക്കളും വിവിധ കമ്പനികളിലുള്ള നിക്ഷേപങ്ങളും IB തേടി. പിണറായിയുടെ ബിനാമികളായി സംശയിക്കുന്ന നിരവധി പേരുടെ ആസ്തികളും സ്വത്തുക്കളും പരിശോധിക്കുന്നുണ്ട്. SFIOയുടെ CMRL റെയ്ഡിന് ശേഷമാണ് IBയുടെ ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. CMRL കമ്പനി ഉടമ കർത്തയുമായി ചേർന്ന് പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ നേതൃത്വത്തിൽ കരിമണൽ കുംഭകോണം നടത്തിയതായി SFIOയുടെ അന്വേഷണത്തിൽ ഉണ്ടായിരിക്കുന്ന സംശയങ്ങളാണ് ഇത്തരത്തിലുള്ള IBയുടെ നീക്കത്തിന് പിന്നിലെന്ന് വേണം കരുതാൻ. അതേസമയം KSIDCയും CMRLും തമ്മിൽ ഉള്ളത് അവിഹിത ബന്ധം എന്നത് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം. KMML അതായത് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്ന സ്ഥാപനം ചവറയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ മറ്റൊരു സമാന്തര സ്ഥാപനത്തിന് സംസ്ഥാന സർക്കാർ പ്രവർത്തനാനുമതി നൽകിയെന്നത് മാത്രമല്ല, ആ സ്ഥാപനത്തിന്റെ 14% ഷെയർ സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള KSIDC എടുക്കുകയായിരുന്നു. ഇതിന്റെ പിന്നിൽ കരിമണൽ കൊള്ള തന്നെയാണ് ലക്ഷ്യം വച്ചിരുന്നത്. കേരളത്തിന്റെ തീരത്തെ കരിമണൽ CMRLന് നൽകി പണമുണ്ടാക്കുക തന്നെയായിരുന്നു ലക്ഷ്യം. കരിമണൽ ഖനനത്തിന് കേരളത്തിന്റെ തീരദേശത്ത് നിന്നും വ്യാപകമായി കരിമണൽ ഉപയോഗപ്പെടുത്താൻ കേരള സർക്കാർ അനധികൃതമായി അനുമതി നൽകുകയായിരുന്നു. ഇതിനുള്ള പാരിതോഷികമായിട്ടാണ് പിണറായിയുടെ പ്രൈവറ്റ് ഖജനാവിലേക്ക് മകൾ വീണ വഴി, എടുത്തു പറഞ്ഞാൽ എക്സോലോജിക് എന്ന കമ്പനിയുടെ ഇടപാട് വഴി മാസപ്പടി എത്തിയത്. കേരളത്തിലെ തീരദേശത്തെ കരിമണൽ വിൽക്കുന്ന ഏറ്റവും വലിയ കുംഭകോണമാണ് മാസപ്പടി ഇടപാടിന് പിന്നിൽ നടന്നിരിക്കുന്നത്. CMRL നടക്കുന്ന വ്യാവസായിക ഇടപാടുകൾ അറിയാൻ വ്യവസായ മന്ത്രി P രാജീവിനെയാണ് പുതിയ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ചുമതലപ്പെടുത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന KMML കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തെ തകർക്കാൻ കൂടിയായിരുന്നു സമാന്തര സ്ഥാപനം. കർത്തയെ മുന്നിൽ കണ്ട് പ്രവർത്തനം തുടങ്ങുന്നത് അതുകൊണ്ടായിരുന്നു. CMRL എന്ന സ്ഥാപനത്തിൽ കർത്ത വെറും ബിനാമിയാണെന്നാണ് പുറത്തു വരുന്ന വിവരം. അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് തുടങ്ങിയെന്ന പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞ എക്സോലോജിക് കമ്പനിയുടെ ഉടമയും AKG സെന്ററിലെ മേൽവിലാസക്കാരിയുമായ വീണയായിരുന്നു ഈ കമ്പനിയുടെ ഇടപാടുകൾ പരിശോധിച്ചു വന്നിരുന്നത്. അതേസമയം മുഖ്യമന്ത്രി വഴിയുള്ള കാര്യസാധ്യത്തിന് മാസപ്പടി വാങ്ങിയ സംഭവത്തിൽ എക്സോലോജിക് കമ്പനി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ അറസ്റ്റ് ഭയന്ന് ആയിരുന്നു. കരിമണൽ കമ്പനിയിൽ നിന്ന് ഇല്ലാത്ത സേവനത്തിന് വീണ വിജയൻ മാസപ്പടി പറ്റിയ വിഷയത്തിൽ എക്സോലോജിക്കിനോ വീണയ്ക്കോ SFIO ഇതുവരെ നോട്ടീസ് നൽകാതെ ഇരിക്കെയാണ് അറസ്റ്റ് ഭയന്ന് വീണ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതോടെ ഇപ്പോൾ വീണ തട്ടിപ്പ് നടത്തിയെന്ന സംശയം ബലപ്പെട്ടിരിക്കുകയാണ്. വീണയുടെ അമ്മ കമല സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ ലഭിച്ച തുക കൊണ്ടാണ് എക്സോലോജിക് തുടങ്ങിയതെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നുമാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. എന്നാൽ കമ്പനി തുടങ്ങാൻ വീണയുടെ നിക്ഷേപമായി 1 ലക്ഷം രൂപയും വായ്പ കിട്ടിയ 78 ലക്ഷവുമാണെന്ന് ബാലൻസ് ഷീറ്റിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട്. പരാതിക്കാരൻ ഷോൺ ജോർജ് ഈ രേഖകൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. അങ്ങനെയെങ്കിൽ നിക്ഷേപം ഒഴിച്ച ബാക്കി തുക എവിടെ നിന്ന് കിട്ടിയെന്ന് വീണ പറയേണ്ടതാണ്. പണത്തിന്റെ സ്രോതസ് വ്യക്തമാക്കാനാകാതെ വന്നാൽ മുഖ്യമന്ത്രിയുടെയും വീണയുടെയും വാദങ്ങൾ എല്ലാം കളവാണെന്ന് വ്യക്തമാകും. നന്ദി.